ഷൊർണൂർ എം.എൽ.എ. പി.കെ. ശശിക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ പാർട്ടി കമ്മീഷനെതിരെ യുവതി കമ്മീഷൻ പരിശോധിച്ചത് യഥാർത്ഥ പരാതിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ വനിതാ നേതാവ് കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി. നടപടിയെടുത്തത് ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ മാത്രമാണെന്നും പരാതിക്കാരി കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, അതായത് ഇപ്പോഴത്തെ ഈ തീരുമാനങ്ങളിൽ, പാർട്ടി തീരുമാനങ്ങളിൽ തൃപ്തയല്ല പരാതിക്കാരി എന്നാണോ പറയുന്നത്? അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയെ സമീപിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്? പി.കെ. ശശിക്കെതിരെ CPM ശക്തമായ നടപടിയെടുത്തു എന്ന നിലയിൽ സസ്പെൻഡ് ചെയ്ത് തീരുമാനം പരസ്യപ്പെടുത്തിയതിന് പിന്നാലെയാണ് പരാതിക്കാരി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. CPM സംസ്ഥാന സമിതി സ്വീകരിച്ച നടപടിയിൽ തൃപ്തിയില്ല എന്നാണ് പരാതിക്കാരി ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടി നിയമിച്ച കമ്മീഷൻ പരിശോധിച്ചത് ഈ ശശിയുടെ ഫോൺ സംഭാഷണം മാത്രമാണ്. ഫോൺ സംഭാഷണത്തിൻ്റെ പേരിൽ മാത്രമാണ് പരാതി എന്ന നിലയിൽ പ്രശ്നങ്ങളെ ചുരുക്കി കണ്ടു എന്നതാണ് പിന്നീട് ശശി തന്നെ പറഞ്ഞത്. ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ല എന്നും പാർട്ടി നടപടി ഉൾക്കൊള്ളുന്നു എന്നുമാണ് പറഞ്ഞത്. ഇപ്പോൾ പരാതിക്കാരി പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നു എന്നതോടുകൂടി ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവതരമായൊരു സാഹചര്യം രൂപപ്പെടുകയാണ്. ഫോൺ സംഭാഷണത്തിൻ്റെ പേരിൽ മാത്രമായിരുന്നു ശശിക്കെതിരെ നടപടി. ലഘുവായ നടപടികൾ മാത്രമാണ് ശശിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നൊരു വ്യാഖ്യാനവും വിശദീകരണവും ഇക്കാര്യത്തിൽ വന്നിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിലപാട് കടുപ്പിക്കുകയാണ് പരാതിക്കാരി. ഷൊർണൂർ എം.എൽ.എ. പി.കെ. ശശിക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ പാർട്ടി കമ്മീഷനെതിരെ യുവതി പുതിയ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. കമ്മീഷൻ പരിശോധിച്ചത് യഥാർത്ഥ പരാതിയല്ല എന്ന ഗൗരവതരമായൊരു പ്രശ്നം വനിത ചൂണ്ടിക്കാട്ടുകയാണ്. ഡിവൈഎഫ്ഐ വനിതാ നേതാവ് ചൂണ്ടിക്കാട്ടുകയാണ്. കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയെന്ന പുതിയ വിവരം കൂടി വരുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, ഈ നടപടിയിൽ തൃപ്തിയില്ല, യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഗണിച്ചിട്ടില്ല, ഫോൺ സംഭാഷണത്തിന് അപ്പുറമുള്ള ശശിയുടെ പ്രവർത്തികൾ, പെരുമാറ്റങ്ങൾ പരിഗണിക്കാതെ ഇതിൽ നടപടി ഒതുക്കി അല്ലെങ്കിൽ ഒതുങ്ങി എന്നതാണോ പരാതി? കേന്ദ്ര നേതൃത്വത്തെ ആ വിധത്തിൽ സമീപിച്ചോ? ശരത്ത്, 2 ദിവസം മുമ്പാണ് ഇതിൽ യുവതി പരാതി നൽകിയിട്ടുള്ളത്. അതിനകത്ത് പ്രധാനമായി പറയുന്നത് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് പാർട്ടി ഓഫീസിൽ വെച്ച്, അതായത് മണ്ണാർക്കാട് CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന പീഡന ശ്രമത്തിനായിരുന്നു താൻ പരാതി നൽകിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കമ്മീഷന് തെളിവ് എന്ന രീതിയിൽ അന്നത്തെ സംഭവത്തിന് അനുബന്ധമായി നടന്ന സംഭവങ്ങളുടെ തെളിവ് എന്ന രീതിയിലാണ് ഫോൺ സംഭാഷണം തെളിവായി നൽകിയിട്ടുള്ളത്. പക്ഷേ കമ്മീഷൻ പരിഗണിച്ചത് ആ ഫോൺ സംഭാഷണം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അപമര്യാദയായി സംസാരിച്ചു എന്നതിന്റെ പേരിൽ പി.കെ. ശശിക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. പക്ഷേ നടപടിയെടുക്കേണ്ടത് അതിനല്ല, തനിക്കെതിരെ നടന്ന ലൈംഗിക പീഡന ശ്രമത്തിനെതിരെയാണ് നടപടിയെടുക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ യുവതി പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ വിശദമായ പരാതി, അതായത് ഈ നടപടിക്ക് ശേഷവും പി.കെ. ശശിയെ CITUവിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് പി.കെ. ശശി തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളിൽ CITUവിന്റെ തന്നെ അദ്ദേഹത്തിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തെ വഹിക്കുന്ന ചുമട്ടുതൊഴിലാളി യൂണിയൻ ഉൾപ്പെടെയുള്ള ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെയുള്ള ഭാരവാഹിത്വങ്ങൾ പി.കെ. ശശി തുടരുന്നു. ഇതിനെല്ലാം തന്നെ യുവതിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ നടപടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി വളരെ മോശമായ രീതിയിൽ യുവതിയെ പരാമർശിക്കുകയുണ്ടായി. ഒടുവിൽ കോടിയേരി തന്നെ ഇടപെട്ടുകൊണ്ട് അത്തരത്തിൽ, അതായത് യുവതിയുടെ വസ്ത്രധാരണം പരാമർശിച്ചുകൊണ്ടായിരുന്നു ഏരിയ സെക്രട്ടറി വളരെ മോശമായ രീതിയിലുള്ള പരാമർശം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടത്തിയിട്ടുള്ളത്. ഇതിനെ കോടിയേരി തന്നെ പറഞ്ഞു, ഒരാളുടെ ഡ്രസ് കോഡ് തീരുമാനിക്കുന്നത് ഒന്നും ഏരിയ സെക്രട്ടറിയുടെ ചുമതലയല്ല എന്ന് വരെ ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ കോടിയേരിക്ക് പറയേണ്ടി വന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, പുതിയ സംഭവവാസങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വിശദമായ ഒരു പരാതി യുവതി വീണ്ടും കേന്ദ്രത്തിന് നൽകാൻ തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഇപ്പോൾ എടുത്തിരിക്കുന്ന പ്രധാനം, അതായത് 2 ദിവസം കൊടുത്തിരിക്കുന്ന പരാതിയിൽ നടപടിയെ സ്വാഗതം ചെയ്തുകൊണ്ടും പക്ഷേ തന്റെ യഥാർത്ഥ പരാതിക്കല്ല നടപടി ഉണ്ടായിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടുക മാത്രമാണ് യുവതി ചെയ്തിട്ടുള്ളത്. ഇനി വളരെ വിശദമായി അതിനുശേഷം നടന്ന സംഭവങ്ങൾ, പി.കെ. ശശിയെ CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് ഉൾപ്പെടെ നിലനിർത്തുന്നതിന്റെ എല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിശദമായ ഒരു പരാതി കൂടി യുവതി നൽകും എന്നാണ് നമുക്കറിയാൻ. പ്രസാദ്, ഇതിപ്പോൾ ശശിക്കപ്പുറം പാർട്ടിയും പാർട്ടി നിയോഗിച്ച കമ്മീഷനും തന്നെ വെട്ടിലാവുന്ന സാഹചര്യമല്ലേ? പരാതിക്കാരി പറയുന്നു താൻ നൽകിയ പരാതിയിലെ യഥാർത്ഥ പ്രശ്നങ്ങളല്ല നടപടിക്ക് ആധാരം, ഫോൺ വിളിയിലൂടെ അപമര്യാദയായി പെരുമാറിയെന്ന് പാർട്ടി എടുത്തു പറയുന്ന കുറ്റം മാത്രമല്ല, ഫോൺ വിളിക്കും അപ്പുറം ശശി ലൈംഗിക പീഡന ശ്രമം നടത്തി എന്ന് തന്നെയാണ് പരാതിക്കാരി പറയുന്നതെങ്കിൽ ആ കമ്മീഷൻ എന്തുകൊണ്ട് അതിലേക്ക് ഗൗരവമായി പോയില്ല എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു പരാതി കേന്ദ്ര നേതൃത്വത്തിലേക്ക്, കേന്ദ്ര കമ്മിറ്റിക്ക് കൈമാറിയാൽ
വീണ്ടും ആ പ്രശ്നം ഗൗരവത്തോടെ എടുക്കേണ്ടുന്ന ഒരു അവസ്ഥ വരികയല്ലേ? കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? തീർച്ചയായും ഇതിനകത്ത് കമ്മീഷന്റെ വിശ്വാസ്യത തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ഇടപെടലാണ് ഇനി യുവതി പ്രതീക്ഷിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം കമ്മീഷനിൽ AK ബാലനും PK ശ്രീമതിയും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ AK ബാലൻ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഒരു ആരോപണം AK ബാലൻ PK ശശിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. AK ബാലനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, അതായത് ഈ പരാതിയുടെ അന്വേഷണ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ AK ബാലനുമായി PK ശശി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് PK ശശി ജില്ലയിലെ എല്ലാ പരിപാടികളിലും സജീവമാകുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ള പൊതുപരിപാടികൾ ഉൾപ്പെടെ സജീവമായി കമ്മീഷൻ തന്നെ PK ശശിയുമായി വേദി പങ്കിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ യുവതി കമ്മീഷന് കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. നടപടി വന്നപ്പോഴാണ് അതിനകത്ത് കൃത്യമായി പറയുന്നത് ഫോൺ സംഭാഷണത്തിൽ വളരെ മോശമായി യുവതിയോട് പെരുമാറി എന്നതിന്റെ പേരിലാണ് PK ശശിയെ പ്രാഥമിക അംഗത്തിൽ നിന്നും 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്ന ഒരു നടപടി എടുത്തിട്ടുള്ളത്. പിന്നീട് യുവതി ഈ നടപടി ഉണ്ടായതിനു ശേഷം യുവതി തന്നെ നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ വീണ്ടും കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്തിട്ടുള്ളത്. കാരണം തന്റെ പരാതിയല്ല കമ്മീഷൻ അന്വേഷിച്ച് കമ്മീഷൻ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. കാരണം പരാതി ഉള്ളത് അവിടുത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ, മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന പീഡന ശ്രമമാണ് പരാതി. അതിനുശേഷം ഈ വിഷയത്തെ സംബന്ധിച്ച് PK ശശി യുവതിയുമായി ഫോണിൽ നടത്തുന്ന സംഭാഷണങ്ങൾ, അതാണ് യുവതി തെളിവായി നൽകിയിട്ടുള്ളത്. പക്ഷേ കമ്മീഷൻ അവിടെ ആ ഫോൺ സംഭാഷണത്തിൽ PK ശശി വളരെ മോശമായി പെരുമാറുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ട് നൽകുകയും അതിന്മേൽ നടപടിയെടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ യുവതി ആവശ്യപ്പെടുന്നത് അതല്ല. താൻ ആവശ്യപ്പെടുന്നത് തനിക്കെതിരെ നടന്ന ലൈംഗിക പീഡന ശ്രമത്തിനെതിരെ ഗൗരവമായി കണ്ടുകൊണ്ട് അതിനെതിരെയുള്ള നടപടി തന്നെയാണ് വേണ്ടത് എന്നാണ് യുവതിയുടെ പ്രധാന ആവശ്യം. ഏതായാലും ഈ പാലക്കാട്ടെ CPM-ന്റെ ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ ഈ വിഷയത്തിലൊരു വലിയ ഗൂഢാലോചനയുണ്ട്, വിഭാഗീയതയുണ്ടെന്നൊരു മറുവാദവും ഉണ്ടല്ലോ. പരാതിക്കാരി വളരെ ശക്തമായി നിലയുറപ്പിക്കുന്നതിലും അത് കാണാമല്ലോ. കാരണം ഊന്നി പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ CITU നേതൃത്വത്തിൽ ഇപ്പോഴും ശശി തുടരുന്നു എന്നതൊക്കെ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അപ്പോൾ അതടക്കമുള്ള ഇതിലും കടുത്ത നടപടികളിലേക്ക് ശശി പോകേണ്ടതുണ്ട്. ലൈംഗിക പീഡന ശ്രമം തന്നെയാണ് ശശി നടത്തിയിട്ടുള്ളത്. പാർട്ടി അന്നും പറയാൻ ശ്രമിച്ചത് ഈ പരാതിക്കാരിക്ക് തൃപ്തിയുണ്ട് ഈ പരാതിയിലെന്നാണ്. പരാതിക്കാരി പരസ്യമായി ഇതേക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഈ ശശിക്കെതിരെ ഇതിനും അപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് പോകണം. നടപടി എന്നത് യഥാർത്ഥത്തിൽ ലൈംഗിക പീഡന ശ്രമത്തിൻ്റെ പേരിൽ തന്നെ ആവണം. അപമര്യാദയായി ഫോണിൽ പെരുമാറി എന്നതിൻ്റെ പേരിലേക്ക് ചുരുക്കാൻ പാടില്ല. ഇതാണോ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട നിലപാട്? പരാതിക്കാരിക്ക് മാത്രമല്ല, പാലക്കാട്ടെ പാർട്ടിക്കകത്തടക്കം ഉയരുന്നൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഇത് തന്നെയാണ് പാലക്കാട്ടെ ഒരു വിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നത്. ഇത് തന്നെയാണ്. കാരണം ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ നടപടിയെടുത്തുകൊണ്ട് അതിനെ നടപടിയെടുക്കുക മാത്രമല്ല വേണ്ടത്, ലൈംഗിക പീഡന ശ്രമത്തിന് തന്നെയാണ് നടപടി എടുക്കേണ്ടതെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗത്തിന് ഉയർന്നിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ഇതിന് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഘടകമുണ്ട്. അത് PK ശശിക്കെതിരെ നടപടിയെടുത്ത അതേ ഘടകം, അതായത് സംസ്ഥാന കമ്മിറ്റിക്ക് തന്നെ 6 മാസത്തിന് ശേഷം പിന്നീട് PK ശശിയെ ഏത് ഘടകത്തിൽ ഉൾപ്പെടുത്താം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കും. അങ്ങനെയെങ്കിൽ ഫോണിൽ അപമര്യാദയായി സംസാരിച്ചു എന്ന കുറ്റത്തിന് ഒരു പാർട്ടി അംഗം നേരിടുന്ന നടപടി 6 മാസത്തിന്റെ സസ്പെൻഷൻ വേണമെങ്കിൽ തിരിച്ച് അവരെ ജില്ലാ കമ്മിറ്റിയിലേക്കോ എല്ലാം തന്നെ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാവണം ലൈംഗിക പീഡന ശ്രമത്തിന് നടപടി എടുക്കണം എന്ന ആവശ്യം യുവതി ശക്തമായി ഉന്നയിച്ചിട്ടുള്ളത്. കാരണം അത് വളരെ ഗൗരവത്തിലെടുത്ത് കടുത്ത പാർട്ടി നടപടി തന്നെ ശശിക്കെതിരെ വേണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായും ആവശ്യം. മറ്റൊന്ന്, ഈ ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ അപമര്യാദയെ പെരുമാറി പെരുമാറ്റ വൈകല്യത്തിന്റെ പേരിൽ ആണ് നടപടിയെങ്കിൽ 6 മാസത്തിന് ശേഷം പാർട്ടി ഒരുപക്ഷെ വിശദീകരണവുമായി വരാം. അങ്ങനെ പെരുമാറ്റ വൈകല്യത്തിന്റെ പേരിൽ എടുത്ത വളരെ കടുത്ത നടപടിയെടുത്തു. അതിനുശേഷം അദ്ദേഹത്തെ തെറ്റുതിരുത്തിയതിനു ശേഷമാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന ന്യായീകരണത്തോടെ PK ശശിയെ ജില്ലാ ഘടകത്തിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യത കൂടി കണ്ടുകൊണ്ടാണ് ശക്തമായൊരു നടപടിയുമായി യുവതി പോകുന്നത്. മറ്റൊന്ന്, CITUയുടെ ജില്ലാ നേതൃസ്ഥാനത്ത് നിന്നും സാങ്കേതികമായി CPM-ൽ നിന്നും നടപടിയിട്ട ഒരാളെ CITUയുടെ, അതായത് വർഗബഹുജന സംഘടനയിൽ നിന്നും മാറ്റി നിർത്തേണ്ടതില്ല എന്നതാണ് CPM-ന്റെ ഒരു വാദം. പക്ഷേ അത് യുവതി അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം CPM-ന്റെ കൂടി വർഗവചന സംഘടനയാണ്. അങ്ങനെ ഒരാൾ CITUവിന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന സ്ഥാനം വഹിക്കുന്നു. വളരെ ശക്തമായ CPM-ന് വളരെ ശക്തമായ വേരോട്ടമുള്ള ഇവിടെ CITUയുടെ മറ്റ് സംഘടനകളെല്ലാം തന്നെ വളരെ ശക്തമാണ്. ചുമട്ടുതൊഴിലാളി യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് PK ശശി. അതോടൊപ്പം CITUയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ജില്ലയിൽ സജീവമായി CPM-ന്റെ ഭാഗമായി അല്ലാതെ തന്നെ ജില്ലയിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് PK ശശിക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി കണ്ടുകൊണ്ടാണ് ലൈംഗിക പീഡന ശ്രമത്തിനെതിരെ കടുത്ത നടപടി വേണമെന്നൊരു നിലപാട് യുവതി സ്വീകരിച്ചിട്ടുള്ളത്. ശരി പ്രസാദ്, ഇപ്പോൾ മുൻ വനിതാ കമ്മീഷൻ അംഗം കോൺഗ്രസ് നേതാവ് ശ്രീമതി KA തുളസി ടെലിഫോൺ ലൈനിൽ ചേരുന്നു.
ശ്രീമതി തുളസി, ഇപ്പോൾ ഈ പരാതിക്കാരി പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ വീണ്ടും സമീപിച്ചതായാണ് വരുന്നൊരു പ്രധാനപ്പെട്ട വിവരം. അതായത് ഈ ഫോണിൽ വിളിച്ച് അപമര്യാദയായി പെരുമാറി എന്നതാണ് ശശിക്കെതിരായ നടപടിക്ക് കാരണമായി CPM പറഞ്ഞതും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതും പാർട്ടിയിൽ നിന്ന്. പക്ഷെ പരാതിക്കാരി പറയുന്നത് അതുമാത്രമല്ല, ഫോൺ വിളി മാത്രമല്ല, ലൈംഗിക പീഡന ശ്രമമുണ്ട്, അത് കമ്മീഷൻ കണ്ടിട്ടില്ല എന്ന നിലയിലുള്ളൊരു വിമർശനമാണ് ആ യുവതി ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ കേന്ദ്ര നേതൃത്വത്തിന് പരാതിയും നൽകിയിരിക്കുന്നു. ഇതിൽ നിന്നും താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? കമ്മീഷൻ അത് മനസ്സിലാക്കാതെ പോയതാണോ, അതോ മനസ്സിലായിട്ടും ആ നിലയിൽ അതിൽ ഇടപെടാതിരുന്നതാണോ? അങ്ങനെയെങ്കിൽ ആ കമ്മീഷനും CPM-ഉം സംശയാസ്പദമായ നിലയിലെ ഒരു നിലപാടാണോ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് ശശിയുടെ കാര്യത്തിൽ? ശ്രീമതി തുളസി. റൈറ്റ്. കെ തുളസിയാണ് ടെലിഫോൺ ലൈനിൽ ശ്രമിച്ചത്. ഞങ്ങളുടെ പ്രതിനിധി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരം ഇപ്പോൾ പാലക്കാട് നിന്നും റിപ്പോർട്ട് ചെയ്തത്. പരാതിക്കാരി ശശിക്കെതിരായ പരാതിയിൽ തൃപ്തയല്ല, കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ്. ലൈംഗിക പീഡന ശ്രമം തന്നെയാണ് ശശി നടത്തിയത്. ഫോണിൽ വിളിച്ച് അപമര്യാദയായി പെരുമാറി എന്ന നിലയിൽ CPM പാർട്ടി കമ്മീഷൻ കണ്ടെത്തിയ നിലപാടിനും അപ്പുറത്തേക്കാണ് പരാതിക്കാരി ഇപ്പോഴും നിലപാടുറപ്പിച്ച് നിൽക്കുന്നത്. ആ നിലയിൽ പ്രധാനപ്പെട്ട തൻ്റെ പരാതി പരിഗണിച്ചിട്ടില്ല എന്ന ഗുരുതരമായ വിമർശനം നേരിടുന്നു. പാർട്ടി കമ്മീഷന്റെ AK ബാലനും PK ശ്രീമതിയും അടങ്ങുന്ന പാർട്ടി കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിൽ പരാതിക്കാരി ശക്തമായി പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് മുമ്പാകെ പുതിയ പരാതി നൽകിയിരിക്കുകയാണ്. ആ നിലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പ്രസാദ് നൽകിയത്.